താങ്ക് യു. ചെല്ലണ്ണ. ഹലോ. ഹലോ. നന്നായി വരട്ടെ. ഹലോ. ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവനാ. പൂവ് ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവനാ. അക്കരെ നിന്നോ ആരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ? അവനിക്കരെ വന്നപ്പോ ആരാ? അമ്മ, അമ്മ. ഇതാ വരുന്നു മോനെ. എത്ര മഴ പെയ്താലും നമുക്ക് മാത്രം കറണ്ടില്ല. അച്ഛൻ. നിന്നെ കാണാനാണ് ഞാൻ വന്നത്. ഒരു അപകടം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നിന്നെ കണ്ടു പറയാൻ. ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ. ആ കണ്ണീര് തുറക്കേ. മരണത്തിന്റെ തീയെ അണയ്ക്കാൻ കഴിയാത്തതായ ഉപ്പുവെള്ളമാണ്. തുറക്കേ. നീ അമ്മ അകത്തേക്ക് കൊണ്ടുപോ. ശിവ, ഇന്നേക്ക് 39-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നിന്റെ മരണശീട്ടുമായിട്ടായിരിക്കും. ഒരു ശത്രു, ഒരസുരൻ നിന്നെ തേടിയെത്തും ഇവിടെ. കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവനെ തടയാൻ രണ്ട് ശക്തികൾക്കേ സാധിക്കൂ. ആ രണ്ടുപേരുടെയും നാമം ഒന്നു തന്നെ, ശിവൻ. മുരുദേശ്വര ക്ഷേത്രം, ആത്മശൈലങ്ങളുടെ നാഥൻ വാഴുന്നിടം. അവിടെ ചെന്ന് ആ ആത്മലിംഗത്തിൽ സ്വയം അർപ്പിക്ക്. പാതി അവൻ ചെയ്യും, 2ാം പാതി നീയാണ്. ഒളിച്ചോടരുത്. സ്വന്തം അസ്ഥികൾ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കുക. സ്വദേഹീയത്തിന് ആയുധമാക്കിയ നരനെ വെല്ലുവാൻ നാരായണന് പോലും കഴിയില്ല. നിന്റെ അമ്മയെ വിളിക്ക. അമ്മ, ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും ആരും അറിയണ്ട. ഇനിയുള്ള 39 ദിവസം ഈ ഭസ്മം നിന്റെ മകനെ കാക്കും. അച്ഛാ. വിജയം നിനക്കാണോന്ന് അറിയില്ല. ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും. എന്താടാ? അണ്ണാ ചതിച്ചി. ആരാ? എന്താ മക്കളെ? അത് ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ. ഒരു വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. എനിക്കും കൂടെ എടുത്തോ. അണ്ണാ ചതിച്ചു. അവൻ വരണം. ഭാസ്കരൻ
ഇന്നിപ്പോ സിറ്റിന്ന് കിട്ടിയ ന്യൂസാ. പിച്ചക്കാരന്മാരുടെ അടുത്തുകൾ ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞതാ. ഈ വരണ 15 അവൻ പുറത്തിറങ്ങും. 7 ദിവസത്തെ പരോളിൽ. അവന്റെ പെണ്ണിന് ദീനം കൂടുതലെന്ന് പറഞ്ഞാണ്. അവരെ ഭാസ്കരൻ ഉപേക്ഷിച്ചിട്ട് കൊല്ലനുണ്ടായി. നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലത്. ഏതു മാളത്തിപ്പ് വിളിച്ചാലും കാറ്റും എന്നാണ് പറഞ്ഞേക്കണം. ഇന്ന് തീയതി എത്രയാ? ജൂലൈ 7. ഇന്നേക്ക് 39-ാം ദിവസം. 39-ാം ദിവസം. കാളഭാസ്കരനെത്തി. നേരത്തെ വിട്ടു. കോളേജിന് മുമ്പിൽ തട്ടിലിരുന്ന് ബീഫ് അടിക്കുന്നത് നമ്മുടെ കുറച്ച് പയ്യന്മാര് കണ്ടു. എടാ കൊടുമ്പാറേ, നിങ്ങൾ ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയി അവനെ പൊക്ക്. ഞാൻ എപ്പോഴത്തെ വണ്ടി റെഡിയാക്കാം. തൽക്കാലം നമുക്ക് അവനെ എവിടെയെങ്കിലും മാറ്റാം. നീ വേഗം പോ. വേഗം മാമിയെ ശിവൻകുട്ടിയാണല്ലോണ്ടാ. അവൻ എങ്ങോട്ടോ പോയി. എന്താ മക്കളെ? ഭാസ്കരൻ നേരത്തെ വരണമെന്ന്. അയ്യോ, ഞങ്ങളെ നോക്കിയിട്ട് വരാം. പെട്ടെന്ന് വരാം. ഭാസ്കരൻ നേരത്തെ ഇറങ്ങി. നീ മുക്കിലേക്ക് ഇറങ്ങി. ഞങ്ങൾ അണ്ണനെ വിളിച്ചോണ്ട് വരാം. അണ്ണാ, അണ്ണാ. എന്താ? അതെ, ഒന്ന് വേഗം വന്നേ. എന്താ? ഭാസ്കരൻ വന്നു. കേറ് വേഗം കേറ്. ഇതെവിടെ പോയി കിടക്കുക നിങ്ങൾ? ഇങ്ങോട്ട് കേറണ്ട. അണ്ണാ പെട്ടെന്ന് സ്റ്റാർട്ടാക്ക. വേഗം പോ. സോറി അണ്ണാ, ഇത് കേരള ടിവിയുടെ ദും തരിക്കണമെന്ന് പറഞ്ഞ പ്രോഗ്രാമാ. അങ്ങോട്ട് ഇറങ്ങണം. സാർ ഇങ്ങോട്ട് ഇറങ്ങണം. ചമ്മി ചമ്മി ചമ്മി. എടാ ഒരു തമാശ. അണ്ണാ അണ്ണ സമ്മാനമുണ്ട്. ഒരു ചാക്കരി 3 സോപ്പ് 4 ചിപ്പ്. അയ്യോ അണ്ണ ക്യാമറ ഉണ്ട് അവിടെ. ക്യാമറ ഒരു ക്യാമറ ഉള്ള. ഇനി വേറെ വല്ല ക്യാമറ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ? ഇല്ലല്ലോ. നീ എന്റെ അമ്മയെ കണ്ടോ? ഇത് കേട്ടാ ചിലപ്പോ ഒരു ചങ്ക് പൊട്ടി ചത്തോ. അവർക്ക് വായിക്കാരിടാനാണോടാ നിന്റെ ഈ ഒരു ചാക്കാരി? അയ്യോ അല്ല. നീയൊക്കെ ഇതുവരെ മറ്റുള്ളവർക്കല്ലേ സമ്മാനം കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. ചിരിക്കടാ ചിരിക്കേ. സ്വന്തം തന്ത വെള്ളം കിട്ടാതെ ചാവണ കണ്ടാലും നീയൊക്കെ ചിരിക്കും. നീയൊക്കെ ഞാൻ പെടഞ്ഞു ചാവണ കാത്തിരിക്കുക. അറിയാം, ശിവൻകുട്ടി ഒളിച്ചോടൂല. ഈ തെരുവിൽ കിടന്ന് വളർന്നവനാ ഞാൻ. ഇവിടെ കിടന്ന് ചത്താലും സന്തോഷ. ഈ ജാതകൻ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? സത്യം പറയണം. ഇവനാണ്. ആണെങ്കിൽ ഈശ്വരകൃപ ഒന്നുകൊണ്ട് മാത്രം. ശിവന്റെ നാമം, തിരുവാതിര നക്ഷത്രം, പിതൃസ്ഥാനത്ത് ശൂന്യത കാണുന്നു. മറിക്കുകയോ കാണാതാവുകയോ നാടുവിടുകയോ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ വാഴാത്ത വീടാണ്. അമ്മയുടെ നാമം ഭായിലോ കായിലോ ഷായിലോ തുടങ്ങാം. ശാരദ, കല്യാണി, ഭാർഗവി, ഇതിലേതെങ്കിലും? ഭാർഗവി. അതിശക്തിമാനായ ഒരു ശത്രു ജന്മം കൊണ്ടിരിക്കുന്നു. ജാതകന് ഇയാൾ മരണകാരകനാണ്. പക്ഷേ ആശയ്ക്ക് വകയുണ്ട്. ശിവപ്രീതി ഇല്ലാതെ ഒരു ദുഷ്ടശക്തിയെ വെല്ലുക പ്രയാസം. വടക്ക് മുരുദ്ദേശ്വര ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണം. പക്ഷേ ഇതും ഒരു പരിഹാരമായിട്ടല്ല കാണുന്നത്. ഇയാൾക്ക് ദുരന്തകാലമാണ്. ശനിയിൽ ശിവനും വേട്ടയാടപ്പെടും. മുരുക, ദാ
വേണ്ട, ഒന്നും വേണ്ട. ധൈര്യം കളയണ്ട, പോയി വരൂ. വാ. നിർത്ത്. ശിവൻകുട്ടി ഇത് എവിടായിരുന്നു? എത്ര നേരമായി ഞാൻ കാത്തിക്കിടന്നു. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. എന്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തീപ്പെട്ടി ഉണ്ടാ? ഇത് ചോദിക്കാൻ ഇവിടം വരെ കൊണ്ടുവന്നേ? ഒരു സിഗരറ്റ് നോക്കട്ടെ. അത് ശരി, സ്വന്തമായിട്ട് വായ മാത്രമേ ഉള്ളൂ അല്ലേ? ഭാസ്കരൻ നിന്നെ ഒരു ചുക്കും ചെയ്യൂല. ഒരു വഴിയുണ്ട്, പക്ഷെ തുട്ടറങ്ങും. അവൻ കാളഭാസ്കരനല്ല, കാട്ടുപോത്ത. നിന്നെ കൂടി കൊന്നേച്ച് പോയെന്ന് വെച്ച് അവനിനി കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ല. നിന്നെപ്പോലൊരു മണ്ടൻ ഇനി ഇവിടെ ഇല്ലാത്തോണ്ട് ആരും പോയി മൊഴി കൊടുക്കാനും പോണില്ല. സിനിമ കഥ പറയാതെ കാര്യം പറ. അവനേക്കാൾ വലിയ കൊമ്പും അവനേക്കാൾ വമ്പുള്ളൊരു കാള നമ്മുടെ ഒപ്പം ഉണ്ടാവണം. എന്താ വേണ്ടേ? എന്നാ കേട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നെഞ്ചുറപ്പിന്റെ കാര്യത്തിൽ ഭാസ്കരന്റെ അപ്പനായിട്ട് വരും. ആര്? കേട്ട് കാണും, സൈപ്പർ ആൻഡോ. ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോ, ഈ പറഞ്ഞ ഭാസ്കരന്റെ 2 എർത്തുകളെ വെട്ടി മുതലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ പുള്ളി. ഭാസ്കരന് ഈ കരയിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അതാൻഡോ. ഒളിവില താവളം മാരിക്കറിയാം, മാരിക്ക് മാത്രം. ആലോചിച്ചിട്ട് പറ, മൊത്തം ചിലവ് ഒരു 5000 രൂപ വരും. പോക്കറ്റ് കീറും, പക്ഷെ തല കഴിച്ച് തന്നെ കാണും. രണ്ട് പാവം വരും. അച്ഛൻ ചെറുപ്പത്തിലെ കഴുത്തിലിട്ട് തന്നതാ. ആകെയുള്ളത് ഇതാ. വിറ്റ് വേണ്ടതെടുത്തിട്ട് ബാക്കിതാ. എന്നത്തേക്ക് പോവാം? ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വന്നാലുടൻ.